എലൺ മസ്ക് റീസെൻ്റ്ലി നടത്തിയൊരു അനൗൺസ്മെൻറ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോകും. ഇപ്പോഴത്തെ ലോകം കൺട്രോൾ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പം എലൺ മസ്ക് കുറച്ചും കൂടി നെക്സ്റ്റ് ലെവൽ എടുത്തിട്ട് എൻ്റെ ഗാലക്സി തന്നെ കൺട്രോൾ ചെയ്യാനുള്ള പ്ലാനിലാണ്. എലൺ മസ്ക് റീസെൻ്റ്ലി ഒരു കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ടെറാഫാബ്. ഈ കമ്പനി എന്തിനാണെന്ന് പറഞ്ഞിട്ട് ഒരു AI ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ആൻഡ് ഈ കമ്പനിയിൽ ഉണ്ടാക്കാൻ പോണ AI ചിപ്സും എല്ലാം എലൺ മസ്കിൻ്റെ ഒപ്റ്റിമസ് ഹ്യൂമനോയിഡ് റോബോട്ട്സിനും പിന്നെ സ്പേസിൽ ഡിപ്ലോയ് ചെയ്യാൻ പോണ എലൺ മസ്കിൻ്റെ AI ഡാറ്റാ സെൻറ്ററിനും വേണ്ടിയാണ്. ഈ ഫാക്ടറിയിൽ ഉണ്ടാക്കാൻ പോണ 80% ഓഫ് AI ചിപ്സും എർത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് സ്പേസിലേക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ കമ്പനി തുടങ്ങാനായിട്ട് എലൺ മസ്ക് ഫേസ് വലിയ ചലഞ്ച് പൈസയല്ല. കാരണം ഈ കമ്പനി തുടങ്ങാനായിട്ട് ട്രില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ചിലവുണ്ട്. എലൺ മസ്കിന് ഈ കമ്പനി തുടങ്ങാൻ ഏറ്റവും ആവശ്യം വേണ്ടത് സോളാർ പവർ എനർജിയാണ്. ഈ കമ്പനി തുടങ്ങാനായിട്ടുള്ള എനർജി എൻ്റെ എർത്തിലില്ല. അതുകൊണ്ട് സോളാർ പവർ വെച്ചിട്ടാണ് ഈ കമ്പനി റൺ ചെയ്യാൻ പോണത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് എലൺ മസ്ക് ടൈപ്പ് 2 സിവിലൈസേഷൻ ഉണ്ടാക്കാൻ പോകും. അപ്പം ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടൈപ്പ് 1 സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാനറ്റിൻ്റെ എൻ്റയർ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിവിലൈസേഷൻ. നമ്മളിതിലാകെ 0.7 to 0.8 വരെ എത്തിയിട്ടുള്ളൂ. വി ആർ നോട്ട് ഈവൻ ക്ലോസ് ടു ടൈപ്പ് 1 സിവിലൈസേഷൻ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സണ്ണിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,73,000 ടെറാവാട്ട്സ് എനർജിയാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ 70 to 80 ടെറാവാട്ട്സ് എനർജി മാറും. ആൻഡ് ടൈപ്പ് 2 സിവിലൈസേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനറ്റിൻ്റെ കൂടാതെ സ്പേസിൽ നിന്ന് സ്റ്റാറിൻ്റെയും സണ്ണിൻ്റെയും എനർജി ഹാർവസ്റ്റ് ചെയ്യുന്ന ഒരു സിവിലൈസേഷൻ. ഇതാണ് എലൺ മസ്കിൻ്റെ ഏറ്റവും വലിയ ഡ്രീം. ഇത് എങ്ങനെയാണ് എലൺ മസ്ക് പോസിബിൾ ആക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്പേസിലേക്ക് അറൗണ്ട് 1 million സോളാർ പവർഡ് AI സാറ്റലൈറ്റ് ഡിപ്ലോയ് ചെയ്യാൻ പോകുക യൂസിങ് ഹിസ് ഓൺ SpaceX റോക്കറ്റ്. ആൻഡ് അതിൽ എലൺ മസ്കിൻ്റെ ഒപ്റ്റിമസ് റോബോട്ട്സ് ഉണ്ടാവും. അവർ മൂണിൽ പോയിട്ട് ഡാറ്റാ സെൻറ്റർ ബിൽഡ് ചെയ്യും. എന്നിട്ട് എല്ലാ കൺട്രോളും അവിടെ നിന്നിട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ സണ്ണിൽ നിന്ന് ഡയറക്റ്റ് എനർജി അവർക്ക് ഹാർവസ്റ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. എർത്തിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എർത്തിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് സോളാർ പാനൽസിന്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് സോളാർ പാനൽസിന് കുറേ ചലഞ്ചസ് ഇതിൽ ഫേസ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്പേസിലേക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഈസ് നോ ലിമിറ്റേഷൻസ്. എലൺ മസ്കിൻ്റെ അൾട്ടിമേറ്റ് ഡ്രീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഫോം എ ഡൈസൺ സ്വാം അറൗണ്ട് ദ സൺ. അതിൽ നിന്നിട്ട് സണ്ണിൻ്റെ എനർജി ഫുള്ള് ഹാർവസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. ആൻഡ് എലൺ മസ്കിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ക്രിയേറ്റ് ടൈപ്പ് 3 സിവിലൈസേഷൻ. ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗാലക്സീൻ്റെ തന്നെ മുഴുവൻ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിവിലൈസേഷൻ. ഇതാണ് എലൺ മസ്കിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഡ്രീം. ഈ ഒരു ലെവലിലേക്ക് ഹ്യൂമൻസ് ഇവോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാലക്സി ടു ഗാലക്സി ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിവിലൈസേഷനായി നമ്മൾ മാറും. ഇത് കേട്ടാൽ തന്നെ മനസ്സിലാവും എലൺ മസ്ക് ഈസ് നോട്ട് കോമ്പീറ്റിംഗ് വിത്ത് അതേഴ്സ്. എലൺ മസ്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് കാണുന്നത്. ആൻഡ് ഹീ ഈസ് വർക്കിംഗ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ ഇതിനെക്കുറിച്ചിട്ട്?